നമസ്കാരം. ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP കോൺഗ്രസിലേക്ക് മടങ്ങിയേക്കാമെന്നുള്ള അഭ്യൂഹം. ഇരു പാർട്ടികളും പ്രാഥമിക ചർച്ച നടത്തി. മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം പവാറിനെ സന്ദർശിച്ചിരുന്നു. NCPയിൽ കൂടി ആലോചന നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ പവാറിന്റെ മകളും പാർട്ടി വർക്കിംഗ് പ്രസിഡന്റുമായ സുപ്രിയ MPയും മറ്റു നേതാക്കളും ഈ ലൈൻ നീക്കം നിഷേധിച്ചു. അജിത് പവാർ പക്ഷവുമായുള്ള നിയമ പോരാട്ടത്തിൽ ശരത് പവാറിന് NCP ചിഹ്നവും പേരും നഷ്ടപ്പെട്ടിരുന്നു. ജനകീയ നേതാവായുള്ള അശോക് ചവാനെ കോൺഗ്രസിന് നഷ്ടപ്പെട്ടു. കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിടാനുള്ള സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശരത് വിഭാഗത്തെ തിരിച്ചെത്തിക്കാനായാൽ രാഷ്ട്രീയ ചിത്രം മാറുമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ കണക്കൂട്ടൽ. എന്നാൽ പവാർ സമ്മതം മൂളുമോ എന്നാണ് വലിയ ചോദ്യം. മഹാരാഷ്ട്രയിൽ പാർട്ടിയുടെ നിയന്ത്രണം തനിക്ക് ലഭിക്കുന്ന സാഹചര്യം ഉറപ്പായാൽ മാത്രമേ അദ്ദേഹം വഴങ്ങാൻ ഇടയുള്ളൂ. ബാറ്റൺ കൈമാറാൻ കോൺഗ്രസും സന്നദ്ധമായ ഈ നീക്കത്തിന്റെ ഗതി നിർണ്ണയിക്കും. കോൺഗ്രസിന്റെയും ശിവസേനയുടെയും സഖ്യകക്ഷികളായിട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന അഭ്യൂഹങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സുപ്രിയ. സോണിയാഗാന്ധിയുടെ വിദേശ പൗരത്വം ഉന്നയിച്ച് 1999 കോൺഗ്രസ് വിട്ട NCP രൂപീകരിച്ച പവാർ അക്കൊല്ലം തന്നെ മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസുമായി സഖ്യത്തിലായിരുന്നു. ഇരു പാർട്ടികളും കൈകോർത്ത് 15 കൊല്ലം ഭരിച്ചതിനു ശേഷം 2014 പരസ്പരം മത്സരിച്ചെങ്കിലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും കോൺഗ്രസുമായി സഖ്യത്തിലെത്തി. NCP കോൺഗ്രസ് ശിവസേന കക്ഷികളുടെ മുന്നണിയായ മഹാവികാസ് അഘാഡിക്ക് രൂപം നൽകാൻ മുന്നിൽ നിന്നത് പവാർ തന്നെ. പക്ഷേ സഹോദരപുത്രൻ അജിത് പവാറിന്റെ നേതൃത്വത്തിൽ പാർട്ടി ഭൂരിപക്ഷം MLA മാരും BJPക്കൊപ്പം പോയത് തിരിച്ചടിയായി.